6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം. അതാണ് ഒന്നാമത് എനിക്ക് വാക്ക് തരുന്നത്. ആരോടും കളവ് പറയാൻ പാടില്ല. തമാശക്ക് പോലും കളവ് പറയരുത്. കളവ് പറയുന്നതിനനുസരിച്ച് ഒരാളുടെ ജീവിതത്തിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തില്, മക്കളിൽ, കുടുംബത്തിൽ, ആയുസ്സിൽ, സമയത്തിൽ, ഇതിലൊക്കെ ഉള്ള ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു തെറ്റാണ് കളവ് എന്ന് പറയുന്നത്. മോഷണം നടക്കുന്ന വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. മോഷണം നടത്ത ആളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അതൊരു കള്ളപ്പണിയാണ്. കളവ് പറയാൻ പാടില്ല. തമാശക്ക് പോലും കളവ് പറയും. കുട്ടികളോടും കളവ് പറയരുത്. എനിക്കിതാ മിഠായി തരാല, വാ വാ എന്ന് പറഞ്ഞിട്ട് ഓനെ വേറെന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. കളവാണ്. ഒരാടിനോട് ഇല കാണിച്ചിട്ട് പറ്റൂല. ആ ഇല കൊടുക്കുകയാണെങ്കിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കളവാകും. കളവ് എന്നുള്ളത് വാക്കിൽ മാത്രമല്ല, പ്രവർത്തനത്തിലും ഉണ്ടാവും കള്ളത്തരങ്ങൾ. കളവ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയെ, മുഅ്മിനായ മനുഷ്യൻ പിശുക്കനാവോ? തങ്ങൾ പറഞ്ഞാ ചിലപ്പുണ്ടാവും. ചില മുഅ്മിനീങ്ങളിൽ ഒന്നും സദഖയൊന്നും ചെയ്യാത്തവർ, അതുകൊണ്ട് ഒരു മുഅ്മിനല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ മുഅ്മിനായ മനുഷ്യൻ പിശുക്കനൊക്കെ ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ ഭീരുവാവോ എന്ന് പറഞ്ഞാൽ പേടിയുള്ള ആളാവോ? ഭയങ്കര പേടി. ഉമ്മ എന്താ മോനെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, ഉമ്മ ഒന്ന് ഇവിടെ കൂട്ടിന് നിൽക്കാവോ? എന്തിന്? ഉമ്മ റൂമിലുണ്ടോ, നീ പോയി മൂത്രമൊഴിച്ചോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ല എന്ന് പറയും, പേടിച്ചിട്ട്. അതുകൊണ്ടോ മുഅ്മിനല്ല എന്നർത്ഥം? അങ്ങനെ അർത്ഥമുണ്ടോ? ഇല്ല. മുഅ്മിനായ മനുഷ്യന് പേടി ഉണ്ടാവാം. മുഅ്മിന് കളവ് പറയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭയങ്കര വാക്കാണ്. മുഅ്മിന് കളവ് പറയൂല. കളവ് പറയരുത് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് തോന്നുന്നു നിസ്സാരമായ കാര്യമാണ് ഉസ്താദ് അയാൾ പറയുന്നത്, നമുക്കൊക്കെ അറിയുന്നതാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നും. പക്ഷേ ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കളവ് ഒരു നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ വാക്കിൽ, പ്രവർത്തനത്തിൽ. കളവ് പ്രചരിപ്പിക്കരുത്. വാട്സപ്പിലും മറ്റൊക്കെ ഇങ്ങനെ പറയാം, ഇന്നാൽ ഇന്ന സാധനം തിന്നാൽ ക്യാൻസർ വരും എന്നിട്ട് ഏതെങ്കിലും ഒരു പലഹാരത്തിനെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എഴുന്ന അത് കിട്ടിയത് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, നിങ്ങൾക്ക് അറിയാം അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ? അറിയില്ല, പറയുന്ന കിട്ടിയാണ്. പറ്റൂല.